الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولنذيقنهم من العذاب الأدنى دون العذاب الأكبر لعلهم يرجعون സ്നേഹധരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ പരമകാരുണികനും കരുണാവാരിധിയുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും കാത്തുസൂക്ഷിക്കണമേ എന്ന് ഉണർത്തുകയാണ്. വാർത്താ മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയുമെല്ലാം നാം കണ്ടുകൊണ്ടിരിക്കുന്നൊരു കാഴ്ച അമേരിക്കയിലെ ലോസ് ഏഞ്ചലസ് പ്രദേശവും അതിൻ്റെ ചുറ്റുഭാഗത്തുള്ള ഒരുപാട് ഭ്രാന്തപ്രദേശങ്ങളും വലിയ കാട്ടുതീ വിഴുങ്ങി ഒരുപാട് ഏരിയകൾ കവർന്നെടുത്തിരിക്കുന്നൊരവസ്ഥയാണ്. മനുഷ്യരാലോചിക്കുന്ന രണ്ട് കാര്യങ്ങളൊന്ന്, ഇതൊരു പരീക്ഷണമാണോ, അതല്ല ഏതെങ്കിലും തരത്തിലുള്ള ശിക്ഷയാണോ? രണ്ട് കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാനും മനസ്സിലാക്കുവാനും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും വിശ്വാസികൾക്കാകണം ഇത്തരം സംഭവങ്ങളിലൂടെ എന്നതാണ് ആമുഖമായി സൂചിപ്പിക്കുന്നത്. അമേരിക്കയുടെ വാർത്താവിനിമയ സംവിധാനങ്ങൾ ഔദ്യോഗികമായ കണക്കുകളിലൂടെ പുറത്തുവിട്ട കാര്യങ്ങൾ മാത്രം അനുസരിച്ചുകൊണ്ട് നമ്മൾ പറയുമ്പോൾ ജനുവരി 7 ആരംഭിച്ചിട്ടുള്ള കാട്ടുതീ ഇന്നലെ ഉള്ള കണക്കുകൾ അനുസരിച്ചുകൊണ്ട് 38,400 ഏക്കർ സ്ഥലമാണ് അഗ്നിക്കിരയായിട്ടുള്ളത് എന്നും 27 മരണങ്ങളാണ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത്. 12,300 കെട്ടിടങ്ങൾ കത്തിനശിച്ചു എന്നതാണ് കണക്കുകൾ. അവിടെയുള്ള സംവിധാനങ്ങൾ കണക്കെടുപ്പിലൂടെ പറഞ്ഞിട്ടുള്ളത് $250 ബില്യൺ നഷ്ടമാണ് എന്നതാണ്. $1 ബില്യൺ എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മുടെ നാട്ടിലെ 8,600 കോടി ഇന്ത്യൻ രൂപ വരും. $1 ബില്യൺ എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള $250 ബില്യൺ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് എന്നാണ്. എത്രമാത്രം വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു ആളും തന്നെ, ഒരു വ്യക്തിയും തന്നെ അവർക്ക് ലഭിക്കുന്നതായ വളർച്ചകളിൽ, അവർക്ക് ലഭിക്കുന്നതായ നേട്ടങ്ങളിൽ ഒരു നിലക്കുമുള്ള അഹങ്കാരവും നടിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇന്ന് നമുക്ക്
പച്ചപ്പായി തോന്നുന്നത് നാളെ ഉണങ്ങി കരിഞ്ഞത് കത്തി നമ്മളെ തന്നെ വിഴുങ്ങുന്ന അവസ്ഥയുണ്ടാകാം. ഇന്ന് നമുക്ക് വലിയ നേട്ടമായി തോന്നുന്ന കാര്യം അതിന്റെ പേര് നമ്മൾ അഹങ്കരിച്ചാൽ ഒരുപക്ഷെ ആ നേട്ടം തന്നെ നമുക്ക് കോട്ടമാകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ ഒരു ഉപമ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അയവദ്ദു അഹദുക്കും അൻ തകൂന ലഹു ജന്നത്തും മിൻ നഖീലിൻ വ അഅനാബിൻ തജ്രി മിൻ തഹ്തഹൽ അൻഹാർ. താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന ഈത്തപ്പനത്തിന്റെയും അതുപോലെ തന്നെ മുന്തിരിയുടെയും ഒക്കെ ഒരു തോട്ടം നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ സങ്കല്പിക്കൂ. എല്ലാ തരത്തിലുമുള്ള ഫലവർഗ്ഗങ്ങൾ അതിലഥേഷ്ടമുണ്ടാകുന്നു. ആ തോട്ടത്തിന്റെ യജമാനന് പ്രായമായി, അയാൾക്കാകട്ടെ ഒരു വകതിരിവില്ലാത്ത കുറെ മക്കളുമുണ്ട്. അങ്ങനെ വലിയ കാര്യബോധമില്ലാത്ത മക്കളാണ് അയാൾക്കുള്ളത്, ദുർബലരായ മക്കളാണ് അവർക്കുള്ളത്. എന്നിട്ട് പരിശുദ്ധ ഖുർആൻ പറയാണ്, അദ്ദേഹത്തിന്റെ ആ തോട്ടം, അങ്ങനെയുള്ള ആ തോട്ടം നല്ല ഫലപുഷ്ടിയുള്ള സമ്പൽ സമൃദ്ധിയുള്ള ഫലങ്ങൾ ഒരുപാടുണ്ടാകുന്ന തോട്ടമാണത്. പക്ഷേ ആ തോട്ടത്തിന് എന്ത് സംഭവിക്കുകയാണ്? ഒരു തീ വന്നുകൊണ്ട് മുഴുവനായും അതിനെ കരിച്ചു കളയുന്ന ഒരു ചുഴലിക്കാറ്റ് അതിനെ ബാധിച്ച് അത് കരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ആ തോട്ടത്തെ മൂടിക്കൊണ്ട് കടന്നു വരുന്നൊരു ചുഴലിക്കാറ്റും ആ ചുഴലിക്കാറ്റിനോടൊപ്പം അതിശക്തമായ തീജ്വാലകളും വന്ന് ആ തോട്ടത്തെ മുഴുവനും കരിച്ചു കളയുന്നു. കദാലിക യുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാതി ലഅല്ലക്കും തതഫക്കറൂൻ. നിങ്ങൾ ചിന്തിക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഇത്തരം ഉദാഹരണങ്ങൾ, ഉപമകൾ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അതിൽ ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാൻ ഒരുപാടുണ്ടെന്ന്. അമേരിക്കയുടെ ഒരു ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഈ കഴിഞ്ഞ വർഷം സാധാരണഗതിയിൽ ലഭിക്കുന്നതിനേക്കാൾ മഴ ലഭിച്ചുവെന്നും ഒരുപാട് സസ്യലതാദികൾ അവിടെ മുളച്ചുവന്നുവെന്നും ഒരുപാട് പച്ചപ്പ് അവിടെ ഉണ്ടായി എന്നും പിന്നീട് ആ പച്ചപ്പുകൾ ഉണങ്ങിക്കരിഞ്ഞ് അത് തന്നെ തീയായി മാറി അതാണിപ്പോൾ അവിടെ ആ ഏരിയകളെ മുഴുവനും തിന്നു നശിപ്പിക്കുന്നത് എന്ന പഠനം റിപ്പോർട്ടുകൾ നമുക്ക് കാണുമ്പോൾ, നാം വായിക്കുമ്പോൾ ഈ വചനങ്ങളുമായി നമ്മൾ തട്ടിച്ചു നോക്കണം. ഒരു പച്ചപ്പ് ഒരു പക്ഷേ കരിഞ്ഞ് അത് തീയായി നമ്മളെ തന്നെ ഇല്ലാതാക്കുന്നൊരവസ്ഥ ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ലഭിച്ചിട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ച് അഹങ്കരിച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും നടക്കാൻ പാടില്ല എന്ന പാഠം നമുക്കിതിലൂടെ കിട്ടാൻ സാധിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്താണ്? നമ്മൾ ഒരാളും തന്നെ നശിപ്പിക്കുകയില്ല എന്ന അഹങ്കാരവും നമുക്കുണ്ടാകാൻ പാടില്ല. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ലോകത്ത് കാണാൻ സാധിക്കും. ഏറ്റവും വലിയ ഒരു കപ്പലുണ്ടാക്കി ടൈറ്റാനിക് എന്നതിന് പേരിട്ട് വെല്ലുവിളിയോടുകൂടി അവരാ കപ്പലിനെ വെള്ളത്തിലേക്ക് ഇറക്കുമ്പോൾ പറഞ്ഞത് സാക്ഷാൽ ദൈവത്തിന് പോലും ഇതിനെ നശിപ്പിക്കാൻ സാധിക്കുകയില്ല എന്നായിരുന്നു. നാം ആദ്യ യാത്രയിൽ തന്നെ മഞ്ഞുമലകളിലിടിച്ച് അന്ധകാരങ്ങളിലേക്കത് താഴ്ന്നു പോയപ്പോ ആ അഹങ്കാരത്തിന്റെ വാക്കുകൾ പറഞ്ഞ ഒരാൾ പോലും ഭൂലോകത്ത് ബാക്കിയുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ദൈവത്തിന് പോലും തകർക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. ഈ അടുത്ത കാലഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളുണ്ട്. അമേരിക്കയിലേക്കൊരു ഈച്ച അനുവാദം കൂടാതെ കടന്നു വന്നാൽ ഞങ്ങളറിയും എന്ന് പറഞ്ഞ് ദിവസങ്ങൾ കഴിയുമ്പോഴാണ് പെന്റഗൺ തകർത്തുകൊണ്ട് 4-5 വിമാനങ്ങൾ വേൾഡ് ട്രേഡ് സെന്ററിനെ തകർത്തത് എന്നത് അമേരിക്കയുടെ ചരിത്രത്തിലെ പാഠമാണ്. ഞങ്ങൾക്ക് ഇത്ര വലിയ സംവിധാനങ്ങളുണ്ട് എന്നാണ് പറഞ്ഞത്. ഞാൻ അധികാരത്തിൽ വന്ന് ഗസയിലെ ഫലസ്തീനിലെ അഭയാർത്ഥികളെ വിട്ടു നൽകിയില്ല എങ്കിൽ, ഇസ്രായേലിന് അനുകൂലമായൊരു നിലപാട് അവർ സ്വീകരിക്കുന്നില്ല എങ്കിൽ മിഡിൽ ഈസ്റ്റ് മുഴുവനും ഞാൻ കരിച്ചു കളയുമെന്ന് അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് പറയുമ്പോ അതിനൊരാഴ്ച തികയും മുമ്പാണ് ഈ പറഞ്ഞ സ്ഥലങ്ങളകിലവും കത്തിക്കരിഞ്ഞുകൊണ്ടുള്ള തീജ്വാലകൾ വന്നത് എന്നതിൽ വിശ്വാസികൾക്ക് പാഠമുണ്ട്. അഹങ്കാരത്തിന്റെ വാക്കുകൾ പറയാൻ നമ്മളാരാ? നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ഉദാഹരണങ്ങളിലൂടെ പറഞ്ഞു തരാണ്. ഒരാൾക്കൊരു തോട്ടമുണ്ടായിരുന്നു. ആ തോട്ടത്തിലേക്ക് അയാൾ കയറുമ്പോ അയാൾ വിചാരിക്കാണ് ഇതിനൊന്നും ആർക്കും നശിപ്പിക്കാൻ പറ്റൂല. നമ്മളെല്ലാവരും വെള്ളിയാഴ്ച ദിവസത്തിൽ പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫിൽ തന്നെ അല്ലാഹു പറയും, വദഖല ജന്നതഹു വഹുവ ളാലിമുൻ ലിനഫ്സിഹി ഖാല മാ അളുന്നു അൻ തബീദ ഹാദിഹി അബദാ. അവൻ ആ തോട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോ അവൻ തന്റെ മനസ്സിനോട്, സ്വന്തത്തോട് അതിക്രമം കാണിച്ചുകൊണ്ട് അവൻ വിചാരിക്കുകയാണ്, ഇതിനെയൊക്കെ തകർത്തില്ലാതാക്കുവാൻ ഇതൊന്നും നശിക്കപ്പെടുകയില്ല, ഒരു കാലത്തും ഇതൊന്നും എന്നെ വിട്ടു പോവുകയില്ല എന്നവൻ വിചാരിച്ചു. പക്ഷെ അവൻ ചിന്തിക്കണമായിരുന്നു,
ഇതൊക്കെ അള്ളാഹു എനിക്ക് തന്നതാണ്, ഇതൊക്കെ പടച്ചോന്റെ അനുഗ്രഹമാണ്, ഏത് സമയത്തും ഇതൊക്കെ തിരിച്ചെടുക്കാം എന്നവൻ ചിന്തിക്കണമായിരുന്നു. വേറെ ചില ആളുകളുടെ സംസാരം പരിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞെന്താ, വഖാലു മൻ അശദ്ദു മിന്നാ ഖുവ്വ, ഞങ്ങളെക്കാളും കഴിവുള്ള ആൾക്കാർ വേറെ ഇവിടെ ആരാള്? ഞങ്ങൾ ലോക പോലീസാണ്. ഈ ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലുമുള്ള ഏത് നാടുകളെയും നഗരങ്ങളെയും ഗ്രാമങ്ങളെയും അടിച്ചമർത്തുവാൻ ശേഷിയുള്ള പട്ടാളവും കരുത്തും സംവിധാനങ്ങളും ആയുധങ്ങളും ഞങ്ങളുടെ കൈകളിലുണ്ട്. ഞങ്ങളാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന പോലീസ്. അതുകൊണ്ട് ഞങ്ങളെ മിരട്ടം ഇവിടെ വേറെ ആരാളുള്ളത് എന്ന് ചോദിക്കുന്ന ആളുകൾ അവരറിയണം, അവലം യറൗ അന്നല്ലാഹല്ലദീ ഖലഖഹും ഹുവ അശദ്ദു മിൻഹും ഖുവ. നിങ്ങളറിയണം, നിങ്ങളെ സൃഷ്ടിച്ച, ആകാശഭൂമികളെ സൃഷ്ടിച്ച, സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച അല്ലാഹു നിങ്ങളെക്കാൾ കഴിവുറ്റവൻ തന്നെ. ആ അല്ലാഹനെക്കാട്ടി വലിയ കഴിവൊന്നും നിങ്ങൾക്കില്ല. വകാനൂ ബിആയാതിനാ യജ്ഹദൂൻ. അല്ലാഹുവിന്റെ വചനാമൃതങ്ങളോട്, അല്ലാഹുവിന്റെ സംസാരങ്ങളോട്, ദൃഷ്ടാന്തങ്ങളോട് മുഖം തിരിച്ചു കളഞ്ഞ ആളുകൾ, തർക്കിച്ചു കളഞ്ഞ ആളുകൾ, അഹങ്കാരം നടിച്ച ആളുകൾ, ഞങ്ങളൊക്കെ തോപ്പിക്കാൻ ഇവിടെ ആരാളുള്ളത് എന്ന് പറഞ്ഞ ആളുകളാണ്. അവരാ ഇപ്പോ നെട്ടോട്ടമോടുന്നത്. ഇപ്പൊ ഇന്നലെ വാർത്തകളിൽ വന്നിട്ടുള്ള ഒരു വിഷയമെന്താ, 20% പോലും ഇതുവരെ ഉണ്ടായ തീയണക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ്. 20% പോലും തീയണക്കാൻ സാധിച്ചിട്ടില്ല. അത്യാധുനിക സൗകര്യങ്ങൾ, ലോകത്ത് ലഭ്യമാകുന്ന ഏറ്റവും വലിയ തീയണക്കാനുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. നമുക്ക് തന്നെ അറിയാലോ, നമ്മുടെ നാട്ടിലൊരു ചെറിയൊരു വീട് കത്തിയാൽ തന്നെ 2-3 വാഹനമാണ് ഫയർഫോഴ്സിൻ്റെത് വരുന്നത്. എന്നിട്ട് തന്നെ അത് കെടുത്താൻ കഴിയുന്നില്ല. എങ്കിലൊരു ഗ്രാമം മുഴുവനും, ഒരു നഗരം മുഴുവനും, ഒരു ഏരിയ മുഴുവനും നിന്നിങ്ങനെ കത്തുമ്പോ എന്താ ചെയ്യാൻ കഴിയുക? ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അവിടെയാണ് മനുഷ്യൻ പറയുന്നത്, ഞങ്ങളെയൊക്കെ തോപ്പിക്കാൻ ആരാണുള്ളത് എന്ന്. അള്ളാഹു പറയാം, അതിനേക്കാളും വലിയ കഴിവുറ്റവൻ പടച്ച റബ്ബുണ്ട്. അവന്റെ കഴിവിന് മുകളിൽ നിങ്ങൾ വെല്ലുവിളികൾ നടത്തരുത്. വേറെ ചില സംഭവങ്ങൾ കൂടി പരിശുദ്ധ ഖുർആൻ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിൽ പറയുന്നുണ്ട്. ഞങ്ങളെ എല്ലാരും പുറത്താക്കും, ഞങ്ങൾ ചാമ്പലാക്കും, അല്ലേ, ഞങ്ങൾ അവിടെയൊക്കെ നരകമാക്കും എന്ന് പറഞ്ഞ ആളുകൾ മുൻഗാമികളിലും കടന്നു വന്നിട്ടുണ്ട്. മുമ്പും അങ്ങനത്തെ ആളുകൾ വന്നിട്ടുണ്ട്, അല്ലെ. ഒരു നാട്ടിൽ സമാധാനത്തോടു കൂടി കഴിയുന്ന ഒരു നാട്ടിൽ അവിടെ തീവ്രവാദ ബന്ധം ആരോപിച്ച് ആ നാട്ടിൽ പട്ടാള ക്യാമ്പുകൾ ഉണ്ടാക്കി ആ നാട്ടിലെ ആളുകളെ പുറന്തള്ളാൻ ആയുധങ്ങൾ നൽകി, സൈന്യം നൽകി, ഇല്ലായ്മ ചെയ്ത എത്ര ചരിത്രം അമേരിക്കയുടെ കണക്കിൽ നമുക്ക് പറയാണ്ട്, സാമ്രാജ്യത്വ ശക്തികളുടെ കണക്കിൽ പറയാണ്ട്. ലിബിയയെപ്പോലെ, ഇറാഖിനെപ്പോലെ, യമനിനെപ്പോലെ, ഇറാനെപ്പോലെയുള്ള രാജ്യങ്ങളെ അടിച്ചമർത്തി അവിടെയുള്ള ജനങ്ങളുടെ സ്വൈര ജീവിതം തകർത്തൊരു വിഭാഗം ഇപ്പോഴും പറയാ, ഞങ്ങൾ വിചാരിച്ച ആരെ വേണമെങ്കിലും പുറത്താക്കാം, ആരെ വേണമെങ്കിലും ഞങ്ങൾക്ക് ഇല്ലായ്മ ചെയ്യാം. അല്ലെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വഖാലല്ലദീന കഫറു ലിറുസുലിഹിം ലനുഖ്രിജന്നകും മിൻ അർളിനാ, ഞങ്ങളുടെ ഈ നാട്ടിൽ നിന്ന് നിങ്ങളെ ഞങ്ങൾ പുറത്താക്കെന്നെ ചെയ്യുമെന്ന് ചില പ്രവാചകന്മാരോട് അവിശ്വാസികളായ ചില ആളുകൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ ഞങ്ങളുടെ മതത്തിലേക്ക് നിങ്ങളും കടന്നു വന്നോളി, എന്നാ നിങ്ങൾക്ക് രക്ഷപ്പെടാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു മറുപടിയായി പറയുന്ന ഫഔഹാ ഇലൈഹിം റബ്ബുഹും ലനുഹ്ലികന്നൽ-ളാലിമീൻ. ഒരു മറുപടി നിങ്ങളും പറഞ്ഞാളി, അക്രമികളായ ആളുകളെ ഞാൻ നശിപ്പിക്കുക തന്നെ ചെയ്യും എന്ന് നിങ്ങൾ അവരോട് പറഞ്ഞേക്കുക. നമ്മളൊരു നാട്ടിൽ കയറി ചെന്ന്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് അവരൊക്കെ ഒഴിവാക്കും, അവരൊക്കെ പുറത്താക്കും, നിങ്ങളൊക്കെ ഇവിടുന്ന് നാട് വിട്ടു പോയിക്കോളി എന്നൊക്കെ പറയുമ്പോ അതിന് മുകളിലൊരു പടച്ചവനുണ്ട്. അക്രമികളായ ആളുകളെ കണ്ടും കേട്ടുമിരിക്കുന്ന ഒരു റബ്ബുണ്ട് എന്ന ബോധം ഓരോ ആളുകൾക്കുണ്ടാവണം. അവിടെ നമ്മുടെ വൽപ്പത്തരം കൊണ്ടും നമ്മുടെ വമ്പത്തരം കൊണ്ടൊന്നും പടച്ചോന്റെ മുമ്പിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല. മറ്റൊരു സംഭവം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അന്ത്യനാളിന്റെ അടയാളങ്ങളായിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ പറയുന്ന ചില കാര്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വഇമ്മിൻ ഖർയത്തിൻ ഇല്ലാ നഹ്നു മുഹ്ലികൂഹാ ഖബ്ല യൗമിൽ ഖിയാമത്തി ഔ മുഅദ്ദിബൂഹാ അദാബൻ ശദീദാ. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി തന്നെ പറഞ്ഞ കാര്യമാണ്. ഒരുപാട് നാടുകൾ, നഗരങ്ങൾ, പട്ടണങ്ങൾ അവയൊക്കെ നാം നശിപ്പിക്കുക തന്നെ ചെയ്യും ഖിയാമത്ത് നാളിന് മുമ്പായിക്കൊണ്ട്. അല്ലെങ്കിൽ എന്റെ അതിശക്തമായ ശിക്ഷകൾ അവരെ പിടികൂടുക തന്നെ ചെയ്യും.
അത് അള്ളാഹുവിന്റെ നിർണിതമായ രേഖപ്പെടുത്തി വെക്കപ്പെട്ട ഗ്രന്ഥത്തിലെ വാക്യങ്ങളാണ്, വചനങ്ങളാണ് എന്നുള്ളതാണ്. അന്ത്യനാളിന് മുന്നോടിയായി പല നാടുകളിലും പല നഗരങ്ങളിലും ഇത്തരത്തിലുള്ള കത്തിച്ചാമ്പലാകളുകൾ, നാശനഷ്ടങ്ങൾ, ശിക്ഷകൾ അള്ളാഹുവിൻ്റെതായി ഇറങ്ങിയേക്കാം. അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർക്ക് അതിലൊരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് ഒരു പാഠം ഉൾക്കൊള്ളാൻ അവർ തയ്യാറാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ. അവരെ നാം ചെറിയ ചെറിയ ശിക്ഷകൾ അവർക്ക് നൽകുന്നു. ചില ശിക്ഷകൾ ഞാൻ അവർക്ക് കൊടുക്കുന്നുണ്ട്. വലിയ ശിക്ഷകൾ അവർക്ക് വരുന്നതിന് മുമ്പേ, അഥവാ ദുനിയാവിലെ ചെറിയ ചെറിയ ശിക്ഷകൾ അവർക്ക് നാം കൊടുക്കും. എന്നിട്ടോ പരലോകത്ത് അതികഠിനമായ ശിക്ഷയാണ് അവർക്കുണ്ടാകുക. അവർ ആ തെറ്റ് തിരുത്തി ഖേദിച്ച് മടങ്ങുവാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള ചില ശിക്ഷകൾ നൽകുന്നത്. ഇവിടെ രണ്ട് രീതിയിലും പരിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, അല്ലാഹു ഇത്തരം നാടുകളെ, നഗരങ്ങളെ ശിക്ഷിക്കുന്നത് അവന്റെ അടുക്കൽ നിന്നുള്ള ശിക്ഷയാകാം. ആ നാടിന്റെ, ആ നാട്ടിലെ ആളുകളുടെ അക്രമവും അനീതിയും അതേപോലെ തന്നെ തോന്നിയാസങ്ങളിലൂടെ അവർ ജീവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അള്ളാന്റെ ശിക്ഷയാകാം. മറ്റൊന്നവൻ പറയുന്നു പരീക്ഷണമാകാം. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽഅൻഫുസി വസ്സമറാത്ത്. ഫലവർഗ്ഗങ്ങളുടെ നഷ്ടത്തിലൂടെ, മാനുഷികമായ ആളുകളുടെ ജീവൻ നഷ്ടത്തിലൂടെ, സാമ്പത്തിക നഷ്ടത്തിലൂടെ, അതേപോലെ തന്നെ പലതരത്തിലുമുള്ള മരണങ്ങളിലൂടെ ഒക്കെ തന്നെയും ഞാൻ നിങ്ങളെ പരീക്ഷിക്കാം. ഏത് തരത്തിലാണെങ്കിലും ഏത് രീതിയിലുള്ളതാണെങ്കിലും നമ്മളെപ്പോലെയുള്ള മനുഷ്യരാണവർ. അവർ പ്രയാസപ്പെടുന്നതിൽ നമുക്ക് ദുഃഖവും വിഷമവും വേദനയുമൊക്കെയുണ്ട്. അതേ വേദന തന്നെയാണ് ഗസയിലെ, ഫലസ്തീനിലെ പാവപ്പെട്ടവരും അനുഭവിച്ചത് എന്ന് ചില ആളുകൾക്കെങ്കിലും മനസ്സിലാക്കാനുള്ള അവസ്ഥയുണ്ടായി. മനുഷ്യൻ ദുർബലനാണ് എന്ന് നമ്മളെ പഠിപ്പിച്ചെന്നു. ഖുലിഖൽ ഇൻസാനു ദഈഫ. മനുഷ്യരെ നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് ദുർബലന്മാരായിക്കൊണ്ടാണ്. ദുർബലന്മാർ നിന്നിങ്ങനെ കരയാൻ, ആർത്തട്ടഴിച്ച് കരയാൻ. ഇന്നലെ വരെ വലിയ ഡയലോഗുകൾ അടിച്ച ആളുകൾ, വലിയ തരത്തിലുള്ള സംസാരങ്ങൾ നടത്തിയിട്ടുള്ള ആളുകളാണവർ. അവരൊക്കെ ആർത്തട്ടഹസിച്ച് കരയുന്നത് കാണുമ്പോൾ ഉള്ളിൽ നമുക്ക് വേദന തോന്നുന്നുണ്ട്. ഇന്നലെ ഞാൻ കണ്ടൊരു വീഡിയോയില് ഒരു ഭാഗത്ത് അമേരിക്കയിലെ ഒരു പ്രശസ്തനായ ഒരാൾ, അയാളിങ്ങനെ പൊട്ടിക്കരയെ, വാവിട്ട് കരയാൻ. അതേ വീഡിയോയുടെ ഇപ്പുറം ഭാഗത്ത് ഫലസ്തീനിലെ ഒരു ഉമ്മയും കരയുന്ന കാഴ്ചകൾ നമ്മൾ കാണാൻ. രണ്ടും തമ്മിൽ ഒരുപാട് സാമ്യതകൾ തോന്നുന്നു. ഒരുപാട് കാര്യങ്ങൾ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാനുണ്ട്. ഇവിടെ പലപ്പോഴും ശാസ്ത്രത്തിന്റെ കാര്യം പറഞ്ഞു വരുന്ന ആളുകളുണ്ട്. എന്തു പറഞ്ഞാലും അത് ശാസ്ത്രീയമായി അല്ലേ? ഞാൻ ചോദിക്കുകയാണ്, എന്ത് ശാസ്ത്രമാണ് ഈ ശിക്ഷകളിൽ, അല്ലെങ്കിൽ ഈ പരീക്ഷണങ്ങളിൽ, ഈ തീക്കാറ്റുകളിൽ ഈ ശാസ്ത്രത്തിന് എന്ത് പറയാനുണ്ട്? വരണ്ട കാറ്റാണ്, വെള്ളത്തിന്റെ ലഭ്യത കുറവാണ്. ഞാൻ പരിശോധിക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വരണ്ട പ്രദേശമെന്ന് പറയുന്നത് അമേരിക്കയിലെ തന്നെ ചിലിയുടെ ഭാഗമായിട്ടുള്ള കലാമ എന്ന് പറയുന്ന പ്രദേശമാണ്. ചിലിയുടെ ഭാഗമായിട്ടുള്ള കലാമ എന്ന പ്രദേശമാണ് ലോകത്തിൽ തന്നെ ഏറ്റവും വരണ്ട പ്രദേശം എന്നാണ്. അവിടെ മഴ പെയ്തിട്ട് വർഷങ്ങളായി എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ആ ഭാഗത്ത് ഇതേപോലെയുള്ള തീക്കാറ്റുകൾ ഉണ്ടാവണ്ടേ? ഇതിനേക്കാൾ കാട് മൂടിയ പ്രദേശങ്ങൾ ലോകത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിലുണ്ട്. ആമസോൺ കാടുകളുണ്ട്. എന്നാൽ ഞാൻ ഒരു കൗതുകത്തിന് വേണ്ടി ഗൂഗിൾ മാപ്പ് പരിശോധിച്ചു. ലോസ് ആഞ്ചലസ് സിറ്റിയും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രദേശങ്ങളും. ഒരു ചെറിയ ഭാഗം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ കുറച്ചപ്പുറത്ത് കത്തുകയാണ്. അതേപോലെ വേറെ കുറച്ച് ഭാഗത്ത് കത്തുകയാണ്. ഒരു സ്ഥലത്തുനിന്ന് ഇങ്ങനെ കത്തി വന്നിട്ട് അതിന്റെ ഭാഗമായി കത്തി ഇങ്ങനെ പോവല്ല, പലയിടങ്ങളിലായി കത്തുകയാണ്. ഈ പ്രതിഭാസങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ വ്യാഖ്യാനിക്കുന്നത്? ഇപ്പൊ നിങ്ങൾ ആലോചിച്ചൊക്കെ ഏറ്റവും അത്ഭുതകരമായി തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഇന്നത്തെ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്തെ അമേരിക്കയിലെ താപനില നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കിട്ടുമല്ലോ, 14 ഡിഗ്രി സെൽഷ്യസ് ആണ്. വെറും 14 ഡിഗ്രി. നമ്മുടെ ഈ പള്ളിയുടെ അകത്ത് നമ്മൾ AC ഇട്ടിരിക്കുന്നത് 25 26 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും. അതാണ് താപനില ഇവിടുത്തെ നമ്മളിപ്പോൾ കയറുമ്പോൾ. അതിനേക്കാൾ താഴ്ന്ന താപനിലയാണ് ഇപ്പോൾ അമേരിക്കയിൽ ലോസ് ആഞ്ചലസിൽ. അവിടെ കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ താപനില 14 ഡിഗ്രിയാണെന്നാണ്. വീടിനകത്തിരിക്കുന്നവർ പോലും ജാക്കറ്റുകൾ ഇട്ടിരിക്കേണ്ട സമയം, സോക്സ് ധരിച്ചിട്ടിരിക്കേണ്ട സമയം. അവിടുന്ന് വന്ന വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആളുകളൊക്കെ ഓടുന്നത് ജാക്കറ്റും തൊപ്പിയൊക്കെ ഇട്ടിട്ടാണ്. തണുപ്പാണ് അവിടെ. അപ്പോഴും അവിടെ നിന്ന് കത്തിക്കൊണ്ടിരിക്കുന്നു. എന്താണ് ഈ പ്രതിഭാസത്തിന് നമ്മൾ പറയാ?
അത് കാട്ടുതീയോടൊപ്പം വരണ്ട കാറ്റ് വന്നതാണെന്നുള്ളതാണ്. ഇവിടെ ഏറ്റവും വലിയൊരു സമാനതകൾ നമ്മൾ തോന്നുന്നത് എന്താ അറിയോ? വലിയ സമാനതകളുണ്ട്, വീഡിയോകളിൽ നമ്മൾ കാണുന്നതാണ്. ഒന്ന്, അമേരിക്കയുടെ ഒത്താശയോടുകൂടി ഇസ്രായേൽ നടത്തിയിട്ടുള്ള ഒരുപാട് തമ്മാടിത്തരങ്ങൾ, മനുഷ്യനിർമ്മിതമായ ബോംബുകളും ബോംബർ വിമാനങ്ങളും ഓരോ നാടിനെയും നഗരങ്ങളെയും പട്ടണങ്ങളെയും ബിൽഡിങ്ങുകളെയും ഒക്കെ ലക്ഷ്യമാക്കി ബോംബുകൾ വർഷിപ്പിച്ചതുപോലെ ആകാശത്ത് നിന്ന് തീജ്വാലകൾ ഇങ്ങനെ വരുന്ന വീഡിയോ ഇങ്ങനെ കാണാം നമ്മൾ. ഒരു ബോംബർ വിമാനം അതിൽ പോയിട്ടില്ല, ഒരു ബോംബർ വിമാനം അവിടെ വന്നിട്ടില്ല, ഒരു ഷെല്ലുകളും അവിടെ വീണിട്ടില്ല. പക്ഷേ വലിയ തീഗ്വാളങ്ങൾ, തീജ്വാലകൾ ഒരു ചുഴലിക്കാറ്റ് പോലെ, വെള്ളത്തിനടിയിൽ രൂപപ്പെടുന്ന ചുഴൽ പോലെ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ പോവാണ്. ഓരോ നാടിലും നഗരങ്ങളിലും ബിൽഡിങ്ങുകളും കരിച്ചിങ്ങനെ പോവാ. പച്ചമരങ്ങൾ നിന്നിങ്ങനെ കത്തുകയാണ്, പച്ചമരം എന്നിങ്ങനെ കത്തുക, ബിൽഡിങ്ങുകൾ നിന്ന് കത്തുക. ഇവിടെ മറ്റൊരു സമാനത എന്താ? അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് മലയാളികൾ പോലും വീഡിയോ ഇടുക. ലോസ് ആഞ്ചലസിലുള്ള അമേരിക്കയുടെ ഭാഗങ്ങളിലുള്ള മലയാളികൾ വീഡിയോടെ ഞങ്ങളിതാ അഭയാർത്ഥി ക്യാമ്പിലുള്ളത്, ഞങ്ങളിവിടെ ഷെൽട്ടറിലുള്ളത്. അലലിച്ചോക്കി ഗസയിലെ ഫലസ്തീനിലെ പിഞ്ചുമക്കൾ, മാതാപിതാക്കൾ വർഷങ്ങളായി അവരുടെ നാടുകളിൽ അഭയാർത്ഥികളായി കഴിയുന്നതിന്റെ വേദനയും വിഷമവും അറിയോ? സുഖലോലുപരായി തിന്നും കുടിച്ചും കഴിഞ്ഞ ആളുകൾ, ഇന്നലകളിൽ ആർത്തുല്ലസിച്ചു കഴിഞ്ഞ ആളുകൾ ഇന്ന് ഭക്ഷണത്തിന് വേണ്ടി മറ്റുള്ളവന്റെ മുമ്പിൽ കൈനീട്ടേണ്ടുന്ന അവസ്ഥ. ഫലസ്തീന്റെ മണ്ണിലേക്ക് നോക്കി നമുക്കത് കാണാൻ കഴിയും. ഒരു ഹോളിവുഡ് താരം ജെയിംസ് വുഡ്, അറിയപ്പെട്ട പ്രശസ്തനായ സിനിമാ താരമായിരുന്നു. അദ്ദേഹം ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടുന്നാണ്, ഗാസയിലെ കുട്ടികളെയൊക്കെ കൊന്നുകളയണം, അവിടെ ഒരാളുമില്ലാത്ത വിധം ഉന്മൂലനം ചെയ്യണം എന്ന് പറഞ്ഞ് പോസ്റ്റിട്ടയാള് മിഞ്ഞാന്ന് വന്നിരുന്നിട്ട് കരയാണ്, എന്റെ വീട് കത്തിപ്പോയി, ഞാനൊടുക്കാ പോവാ. വലിയ അഹങ്കാരത്തിന്റെ കോട്ടകളായിരുന്ന ഹോളിവുഡിന്റെ ഷൂട്ടിംഗ് സൈറ്റുകൾ, അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് സ്റ്റുഡിയോകൾ കത്തിയമർന്നു പോയിരിക്കുകയാണ്. അഹങ്കാരത്തിന്റെ വാക്കുകൾ പറയുമ്പോൾ മേലെ ഇതൊക്കെ കണ്ടിരിക്കുന്ന പടച്ചവനുണ്ട് എന്ന ഓർമ്മ ഓരോരുത്തർക്കും ഉണ്ടാകണം, ഓരോ ആളുകൾക്കുണ്ടാകണം. അതുകൊണ്ട് പരീക്ഷണമാകട്ടെ, ശിക്ഷയാകട്ടെ, ഒരുപാട് നിരപരാധികളായ ആളുകൾ അവിടങ്ങളിലെല്ലാം കുഴഞ്ഞു വീഴുന്നു, പിടഞ്ഞു വീഴുന്നു, മരണപ്പെടുന്നു, അവർക്ക് അവരുടെ സമ്പാദ്യങ്ങൾ നഷ്ടപ്പെടുന്നു. ഇതൊക്കെ നമ്മളിങ്ങനെ പറയുമ്പോൾ കാണുമ്പോൾ അറിയാതെ ഓർത്തുപോവാണ്. ഇപ്പോ CNN, BBC പോലെയുള്ള ഇന്റർനാഷണൽ മീഡിയകൾ അതിന്റെയൊക്കെ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ അതേപോലെ തന്നെ യൂട്യൂബിലൊക്കെ വരുന്ന വാർത്തകളുടെ കമന്റുകൾ നോക്കിയപ്പോ ആ ചില ഫോട്ടോകൾ ഇങ്ങനെ കാണിക്കുകയാണ്. ആകാശ ദൃശ്യങ്ങൾ, ഡ്രോണുകളിലൂടെ പകർത്തിയ ദൃശ്യങ്ങളിൽ ചാമ്പലായി കിടക്കുന്ന വീടുകളുടെ ഫോട്ടോകൾ ഇങ്ങനെ കാണുമ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ കമന്റ് ഇടുക, ഐ തിങ്ക് ഇറ്റ് ഈസ് ഗാസ, ഇത് ഗാസയാണെന്ന് തോന്നുന്നു, എന്നിട്ട് ചിരിക്കുന്ന ചിത്രം. അല്ലെ, ഒരു നാടിനെ കരിച്ചു കളഞ്ഞൊരു സംഭവം പോലും ആളുകൾ ചിരിക്കുന്നുവെങ്കിൽ, അത് കാണുമ്പോൾ ചില ആളുകൾ നിങ്ങൾക്ക് ഇനിയും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എന്തായിരിക്കും ആളുകൾക്ക് അവരെ പറ്റിയുള്ള മനോഭാവം എന്നത് നമുക്ക് മനസ്സിലാക്കാം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ രീതിയിൽ ചിരിക്കുവാനോ അവർക്കെതിരെ പ്രാർത്ഥിക്കുവാനോ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും പ്രയാസങ്ങൾ ഇല്ലാതാക്കി കൊടുക്കട്ടെ. ആ രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. പക്ഷേ ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നുവെങ്കിൽ അവരുടെ ഇന്നലകളിലെ ചെയ്തിയാണത് എന്ന് പറയാതിരിക്കാൻ നമുക്ക് കഴിയില്ല. ആ രീതിയിൽ ആളുകൾ ചോദിക്കുക, ഇത് ഗാസയല്ലേ, ഇത് ഫലസ്തീനിന്റെ മണ്ണല്ലേ? നിങ്ങളാലോചിക്കൂ, വർഷങ്ങളായി, ഏകദേശം 1930 മുതലൊക്കെയുള്ള ചരിത്രം പറയുന്ന അത്രയും കാലം കൊണ്ട് ഫലസ്തീനിന്റെ മണ്ണിനെ ഇസ്രായേൽ പിടിച്ചടക്കാൻ ഏറ്റവും വലിയ ഒത്താശ ചെയ്തു കൊടുത്തത് അമേരിക്കയാണ്, ഒരു സംശയമല്ല. ഇപ്പോഴും പരസ്യമായിട്ട് അവർ പറയുന്ന കാര്യമാണ്. ഈ ബഡ്ജറ്റിലും കോടിക്കണക്കിന് രൂപ ഇസ്രായേലിന് ഫലസ്തീൻ അധിനിവേശനത്തിന് വേണ്ടിയിട്ട് അവർ ഫണ്ട് ചെലവാക്കിയിട്ടുണ്ട്. അല്ലെ, ഇത്രയും വർഷം കൊണ്ട് അമേരിക്കയും ഇസ്രായേലും അടക്കമുള്ള വൻകിട രാജ്യങ്ങൾ മുഴുവനും അഹോരാത്രം പരിശ്രമിച്ചിട്ട് അവർ പിടിച്ചടക്കിയിട്ടുള്ളത് ഇന്തോനേഷ്യയിലെ ബാലി എന്ന് പറയുന്ന ആ ഒരു ദ്വീപിന്റെ അത്ര സ്ഥലം മാത്രമാണ്, അത്രേ ഉള്ളൂ. എന്നാൽ ഈ 7-ാം തീയതി തുടങ്ങി ഇന്ന് ഈ ദിവസമാകുമ്പോൾ ഏകദേശം 10 ദിവസമാകുമ്പോൾ ചാമ്പലായിട്ടുള്ളത് 38,000-ത്തിലധികം ഏക്കറാണെന്ന് പറഞ്ഞാൽ മനുഷ്യനിർമ്മിതമായ ബോംബുകളും മിസൈലുകൾ കൊണ്ടും തകർക്കാൻ കഴിയാത്തതിനുമപ്പുറമുള്ള വേഗതയിൽ തകർന്നടിഞ്ഞുകൊണ്ട് കത്തിക്കരിഞ്ഞുകൊണ്ട് ഒരു നാട് ചാമ്പലാകുമ്പോൾ മനുഷ്യനവനെക്കുറിച്ച് ചിന്തിക്കണം.
അവന്റെ കഴിവില്ലായ്മയെക്കുറിച്ച് ചിന്തിക്കണം, അവൻ ദുർബലനാണെന്നതിനെക്കുറിച്ച് ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി കമാ യുഹിബ്ബു റബ്ബുനാ വയർളാ. ഉസല്ലി വഉസല്ലിമു അലൽ മബ്ഊസ് റഹ്മത്തൻ ലിൽ ആലമീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അമേരിക്കയുടെ ഒരു ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഓരോ നാടുകളെയും രാജ്യങ്ങളെയുമൊക്കെ അവർ ലക്ഷ്യം വെക്കുകയും അവിടെ ഏതെങ്കിലുമൊക്കെ പേരുകളിൽ, പ്രത്യേകിച്ച് മുസ്ലിം പേരുകളിലുള്ള ഏതെങ്കിലുമൊക്കെ തീവ്രവാദ ഗ്രൂപ്പുകളെ അവർ സ്വയം നിർമ്മിക്കുകയും ആ ഗ്രൂപ്പുകളുടെ പേര് പറഞ്ഞ നാടുകളിൽ പിന്നീട് സൈനിക അക്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നതാണ് പതിവ്. ISIS എന്ന് പറയുന്ന ഒരു സംഘടനയെ രൂപം നൽകിയത് അമേരിക്കയിലെ മുൻ പ്രസിഡന്റാണ് എന്ന് ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു വലിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമാണത്. ആ രീതിയിൽ അതിന്റെ പേര് പറഞ്ഞിട്ടാണ് പിന്നീട് സിറിയയിലും അതേപോലെ തന്നെ ലിബിയയിലും അടക്കമുള്ള പ്രദേശങ്ങളിൽ പിന്നീട് സൈനിക അതിക്രമങ്ങൾ നടത്തിയിട്ടുള്ളത്. ഏതൊരു വിഭാഗത്തിനെതിരെയും തീവ്രവാദ വർഗീയ ആരോപണങ്ങൾ ഉന്നയിച്ചാൽ അവരെ പെട്ടെന്ന് ഇല്ലാതാക്കാം, തളർത്താം എന്നുള്ള ഒരു കാര്യം, ഒരു സൈക്കോളജി മുമ്പ് തന്നെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളതാണ് ഇസ്ലാമോഫോബിയയുടെ ഭാഗമായി. അത് ഏറ്റുപിടിച്ച് നമ്മുടെ നാടുകളിലും ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് സമാനമായ സംഭവങ്ങൾ. ഇപ്പൊ ഇന്നലെ വിവാദമായിട്ടുള്ള ഒരു കല്ലറയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഒരു തിരോധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ വാർത്തകൾ, കാര്യങ്ങളൊക്കെ ആദ്യം വന്നപ്പോ പരാതി കൊടുത്ത വ്യക്തി അയാൾ മുസ്ലിമല്ല, ഇസ്ലാമുമായി ബന്ധമുള്ളയാളല്ല. വാർത്താ മാധ്യമങ്ങളിൽ വന്നുകൊണ്ട് ഇങ്ങനൊരാൾ മിസ്സിംഗ് ആയിട്ടുണ്ട്, അതിൽ ദുരൂഹതയുണ്ട് എന്ന് പറഞ്ഞു വന്ന ആളുകളിൽ മുസ്ലിങ്ങളില്ല. ഇതൊരു വിവാദമാവും, ഇതൊരു പ്രശ്നമാകുന്ന കണ്ടപ്പോ നേരെ പറഞ്ഞത് അത് മുസ്ലിം തീവ്രവാദികളാണ്. ഉടനെ തന്നെ ആ ചർച്ചകൾ മുഴുവനും മാറി പിന്നെ തീവ്രവാദത്തിലേക്ക് പോയി. ദിവസങ്ങൾ നീണ്ടുപോകാൻ പ്രധാനമായൊരു കാരണം ആ ഒരു തീവ്രവാദ ആരോപണമാണെന്നുള്ളത് മനസ്സിലാക്കണം. അതിനേക്കാൾ കടുത്ത ഭാഷയിൽ ഒരാൾ കേരളത്തിന്റെ മണ്ണിൽ പ്രസംഗിച്ചു, ചാനൽ ചർച്ചകളിൽ പറഞ്ഞു, എവിടെങ്കിലും മുസ്ലിമുണ്ടോ, ഇന്ത്യയിലാകട്ടെ കേരളത്തിലാകട്ടെ മുസ്ലിമുണ്ടോ, അവൻ വർഗീയവാദിയായിരിക്കുന്ന. ആലോചിച്ചോക്കി എത്ര കടുത്ത വാക്കാണ് അയാൾ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ചിന്തിക്കണ്ടേ, നാളെ ഞാനും നിങ്ങളൊക്കെ നമ്മളെ നെറ്റിയിൽ ഞാൻ തീവ്രവാദിയല്ല, വർഗീയവാദിയല്ല എന്നൊട്ടിച്ച് നടക്കേണ്ട ഗതികേടിലേക്ക് നമ്മൾ പോവാണ്. അവിടെ നമ്മൾ ഭയപ്പെടുന്നില്ല, നമ്മൾ പേടിക്കുന്നില്ല അത്തരം കാര്യങ്ങൾ നമ്മൾ. പക്ഷെ നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ഇങ്ങനൊരു പ്രസംഗം നടത്തിയിട്ട് 2 ആഴ്ചക്കിലധികമാകുന്നു അയാൾക്കെതിരെ ഒരു ചെറുവിരലണക്കാൻ, അയാളൊന്ന് ഒരു FIR ഇട്ടൊരു കേസെടുക്കാൻ പോലും നമ്മുടെ നാട്ടിലെ ഭരണകൂടം തയ്യാറായിട്ടില്ല എന്നതാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത്. അവിടെ നമുക്ക് പേടി. നമ്മൾ UP-യിലെ കഥ പറയും, ബീഹാറിലെ കഥ പറയും, ഉത്തരേന്ത്യയിലെ കഥ പറയും. നമ്മുടെ കേരളത്തിലോ ഇവിടെ മതം പ്രബോധനം ചെയ്തതിന് ഒരു പാഠപുസ്തകത്തിൽ, മദ്രസ പുസ്തകത്തിൽ ഒരു ഇസ്ലാമികപരമായ മര്യാദ പഠിപ്പിച്ചതിന്റെ പേരിൽ പ്രബോധകന്മാരെ ദിവസങ്ങളോളം ജയിലിലിട്ടിട്ടുണ്ട്. ഒരു നാട്ടിലൊരു ലഘുലേഖ കൊടുത്തതിന്റെ പേരിൽ ആ അങ്ങാടിയിലൂടെ നടത്തി അടിച്ചോടിച്ചിട്ടുണ്ട്. ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ അന്ന് പറഞ്ഞെന്താ അറിയോ? നിങ്ങളെന്തിനാ പ്രകോപനം ഉണ്ടാക്കാൻ പോണം, നിങ്ങളെന്തിനാ മരുന്നിട്ട് കൊടുക്കണമെന്നാ. അള്ളാഹു കൽപ്പിച്ച മതപ്രബോധനമെന്ന ഉത്തരവാദിത്തം നിർവഹിക്കാൻ നിയമപരമായി ഈ രാജ്യത്തിന്റെ ഭരണഘടന അനുവാദം നൽകുന്ന പ്രബോധനം ചെയ്യാൻ പോയതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾ ചോദിച്ചത് നിങ്ങളെന്തിനാ അവർക്ക് മരുന്നിട്ട് കൊടുക്കണമെന്ന്. ആ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ മുസ്ലിങ്ങളെ തീവ്രവാദികളും ഭീകരവാദികളാക്കാൻ നടക്കുന്ന ആളുകൾ അവരുടെ പാരമ്പര്യമൊന്നും അന്വേഷിച്ചു പോകണം. ബ്രിട്ടനെയും അതേപോലെ തന്നെ ഫ്രാൻസിനെയും അതേപോലെയുള്ള അധിനിവേശ ശക്തികളെയും അവരുടെ മതം നോക്കി നമ്മൾ ആൾക്കാരാന്ന് പറഞ്ഞ് അവരെ സപ്പോർട്ട് ചെയ്തവരാ. കേരളത്തിന്റെ മണ്ണിൽ, ഇന്ത്യയുടെ മണ്ണിൽ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ ആളുകളുടെ പേരുകൾ പരിശോധിക്കുമ്പോൾ ഉയർന്നു നിൽക്കുന്ന മുസ്ലിം പേരുകൾ കാണുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ പിതാക്കളാണ്, ഞങ്ങളുടെ പൂർവ്വസൂരികളാ. ഇവർ ഇയാളീ പറഞ്ഞ തീവ്രവാദികളെന്ന് പറഞ്ഞ, ഭീകരവാദികളെന്ന് പറഞ്ഞ, വർഗീയവാദികളെന്ന് പറഞ്ഞത് ആരൊക്കെ? മൗലാന അബുൽ കലാം ആസാദ് മുതൽ APJ അബ്ദുൽ കലാം വരെയുള്ള
ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകാത്ത ആ പേരുകളടക്കമുള്ള ആളുകളെയാണ് ഇയാൾ വർഗീയവാദി എന്ന് പറഞ്ഞത്. ഞങ്ങളുടെ ഒരാളെയും പരിശോധിച്ചു നോക്കിയാൽ ഒരു ബ്രിട്ടീഷുകാരന്റെയും ഷൂനക്കി അടയാളം നമ്മളുടെ നാവിൽ കാണാൻ പറ്റൂല. മറിച്ച് വക്കം മൗലവിയെപ്പോലെ, കെ എം മൗലവിയെപ്പോലെ, അതേപോലെയുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ, നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ പൊന്നാനിയിലെ ഖാലി മുഹമ്മദ്, അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി. ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിൽ വന്ന് നമ്മളോട് നികുതി ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ ഭൂമിക്ക് ഞങ്ങൾ നിങ്ങൾക്ക് നികുതി തരില്ലെന്ന് പറഞ്ഞ്, നികുതി കൊടുക്കില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്ത ആളുകൾ, ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്താൻ അത് ജിഹാദാണെന്ന് പറഞ്ഞ് പുസ്തകമെഴുതിയ മഹാരഥന്മാരായ കേരളത്തിലെ പണ്ഡിതന്മാർ. ബ്രിട്ടീഷുകാർ പറഞ്ഞു, നിങ്ങള് മാപ്പ് പറഞ്ഞാൽ നിങ്ങളെ വിട്ടേക്കാം, ഇല്ലെങ്കിലോ കൊല്ലും എന്ന് പറഞ്ഞപ്പോ തന്റെ ഷർട്ടൂരിയിട്ടിങ്ങനെ നെഞ്ചും വിരിച്ചു നിന്നെടുത്ത നമ്മുടെ സമുന്നതരായ, നമ്മൾ ഓർമ്മിക്കുന്ന നമ്മുടെ മഹാരഥന്മാരായ സ്വാതന്ത്ര്യ സമര സേനാനികൾ, അവരുടെയൊക്കെ നെഞ്ചിലെ ബ്രിട്ടീഷുകാരന്റെ ബൂട്ടിന്റെ പാടുണ്ടാവും. ഒരു ബ്രിട്ടീഷുകാരന്റെയും ബൂട്ട് നക്കിയ ചരിത്രം ഞങ്ങൾക്കില്ല. അങ്ങനെ ചരിത്രമുള്ളവർ ഈ രാജ്യത്തെ മുസ്ലിങ്ങളോടുള്ള രാജ്യസ്നേഹത്തെപ്പറ്റി പഠിപ്പിക്കാൻ വരേണ്ടതില്ല. അതിനും മാത്രങ്ങൾ വളർന്നിട്ടില്ല തന്നെ. സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യൻ ഭരണകൂടത്തെ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ, ഖിലാഫത്ത് പ്രസ്ഥാനത്തെ ഒറ്റിക്കൊടുത്ത ആളുകൾ ഇന്ന് വലിയ രാജ്യസ്നേഹം പറഞ്ഞു വരിക. ഈ രാജ്യത്ത് മുസ്ലിങ്ങൾ, ഹിന്ദുക്കൾ, അതേപോലെ തന്നെ മതമുള്ളവർ ഇല്ലാത്തവർ എല്ലാവരും തോളോട് തോൾ ചേർന്ന് നിന്ന നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അതേതെങ്കിലും ഒരു മതവിഭാഗത്തിന് മാത്രം കുത്തകയല്ല. അല്ലേ? ഗാന്ധിജിയെ പറ്റി പറയുമ്പോ, നെഹ്റുവിനെ പറ്റി പറയുമ്പോ തട്ടടുത്ത് തന്നെ അബ്ദുൽ കലാം ആസാദിനെ പോലെയുള്ള ആളുകളുടെ പേര് പറയുന്നത് അവർ നയിച്ചിട്ടുള്ള സമര പോരാട്ടങ്ങളുടെ പേരിലാണ്. അത് പുസ്തകങ്ങളിൽ നിന്ന് പേര് മാറ്റിയതുകൊണ്ടോ, ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് അവരുടെ പേര് എഡിറ്റ് ചെയ്തുകൊണ്ടോ അവരുടെ പേരുകളൊന്നും നമുക്ക് മാറ്റാൻ പറ്റൂല. വാര്യംകുന്നത്തിന്റെ പേര് മാറ്റി, അല്ലെ? അപ്പൊ നമ്മുടെ തിരൂരിൽ നടന്നിട്ടുള്ള വാഗൺ ട്രാജഡിയുടെ കാര്യങ്ങൾ പോലും മാറ്റിമറിക്കാൻ, ഒരു ട്രെയിൻ അപകടം പോലെ കാക്കാൻ വേണ്ടി ശ്രമം നടത്താൻ നിയലിച്ചു നിൽക്കുന്ന ചരിത്രങ്ങൾ, അവർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബറുകൾ ഈ നാട്ടിലുള്ള കാലത്തോളം അവരൊക്കെ സ്മരിക്കും. ഇവിടെയുള്ള വിദ്യാർത്ഥികൾ അത് പഠിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള മുസ്ലിം മതവിഭാഗത്തിന് നേരെ വർഗീയത ആരോപിക്കുമ്പോ, വിഭാഗീയത ആരോപിച്ച് അവരൊക്കെ തീവ്രവാദികളാന്ന് പറയുമ്പോ അതിനെതിരെ നടപടിയുണ്ടാകുന്നില്ല എന്നുള്ളത് നമ്മൾ ഭയപ്പെടുന്നു. പല ആളുകളും മീഡിയകളിൽ ചോദിച്ചൊരു കാര്യം, ഇന്നലെയൊക്കെ നടന്ന ചർച്ചകളിൽ ചോദിച്ചുള്ളൊരു കാര്യം നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കുക. ഒരു മുസ്ലിം നാമധാരിയ ഒരാൾ ഇതേപോലെ ഒരു ആരോപണം നടത്താൻ, ഇതേപോലെ ഏതെങ്കിലും ഒരു മതത്തെ പറഞ്ഞ് നിങ്ങൾ മുഴുവനും വർഗീയവാദികളാണ്, നിങ്ങൾ വത്തിക്കാനിൽ പോയിക്കോളി, അല്ലെങ്കിൽ നിങ്ങൾ റോമിലേക്ക് പോയിക്കോളി എന്നാണ് പറഞ്ഞതെങ്കിൽ എന്താകും ഇന്നത്തെ കേരളത്തിലെ അവസ്ഥ? പറഞ്ഞവന്റെ ബാപ്പാന്റെ തറവാട് മലപ്പുറത്താണ്, അവന്റെ എളാമാന്റെ മോന് മഞ്ചേരിയിലുണ്ട് എന്ന് പറഞ്ഞ് അവിടങ്ങളിലെല്ലാം കയറി നിരങ്ങാൻ രാജ്യത്തിന്റെ എല്ലാ തരത്തിലുമുള്ള ഫോഴ്സുകൾ അവിടെ വരുന്നുള്ളതാണ്. അപ്പോൾ മുസ്ലിമിന് നേരെ എന്തും പറയാം, എന്തും ചെയ്യാം എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങാൻ പാടില്ല. ഭരണകൂടം കൃത്യമായി അതിന് ഇടപെടലുകൾ നടത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ആ നിലക്കുള്ള നീക്കങ്ങൾ നടക്കട്ടെ, ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതുകൊണ്ട് നമ്മളെല്ലാവരും കൃത്യമായി മനസ്സിലാക്കണം, നമ്മൾ നമ്മളെക്കുറിച്ച് ബോധവാന്മാരാകണം. നമ്മൾ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. ഒരിക്കലും നമ്മൾ അയാളൊരു വർഗീയത പറഞ്ഞാൽ അതിന്റെ അപ്പുറത്തേക്ക് വർഗീയത പറയുക, അയാളൊരു കലോപാഹനം നടത്തി നമ്മളും കലാപാഹനം നടത്തുക എന്നുള്ളതല്ല. പക്വതയോടുകൂടി കാര്യങ്ങൾ പറയാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനപരമായിട്ടുള്ള നീക്കങ്ങൾ അത് കൂടുതൽ നമുക്ക് ദോഷം ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കാം. നിയമപരമായി, നമുക്ക് ജനാധിപത്യപരമായി, ഭരണഘടനയിൽ അധിഷ്ഠിതമായ നിലക്ക് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും അതുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അതുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളത് നമുക്ക് സമാധാനം അർഹിക്കുന്ന കാര്യമാണ്. അപ്പോൾ പലപ്പോഴും ഇത്തരം വർഗീയതക്കെതിരൊക്കെ സംസാരിക്കുന്ന ആളുകളിൽ മഹാഭൂരിഭാഗവും മുസ്ലിങ്ങളല്ലാത്ത ആളുകളാണ് എന്നത് നമ്മുടെ ഈ നാടിന്റെ ഏറ്റവും വലിയൊരു സമാധാനം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. പല ആളുകളും രംഗത്ത് വന്നു, ഒരു MLA പോലും, ഭരണപക്ഷ MLAക്ക് പോലും പറയേണ്ടി വന്നു കാര്യങ്ങൾ എന്നുള്ളത് അതിന്റെ ഗൗരവത്തെ സൂചിപ്പിക്കുന്ന വിഷയമാണ്. ഏതായാലും നമ്മൾ കൂടുതൽ അള്ളാഹുവിന്റെ
മതവിധികൾ, നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവരാകണം. അവന്റെ അടുക്കൽ അത്യുന്നതമായ സ്ഥാനം ലഭിക്കുവാൻ വേണ്ടിയാണ് നാം പരിശ്രമിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. മുസ്ലിം ഉമ്മത്തിന് വേറെ വരുന്ന ആരോപണങ്ങൾ, അക്രമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലായ്മ ചെയ്യുമാറാകട്ടെ. ഒരുപാട് ആളുകൾ കുതന്ത്രം പ്രയോഗിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ കുതന്ത്രം അവർക്കെല്ലാം മുകളിലാണ് എന്ന് നാം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കുതന്ത്രക്കാരുടെ അക്രമങ്ങളെ നശിപ്പിക്കുമാറാകട്ടെ, നിർവീര്യമാക്കുമാറാകട്ടെ. അല്ലാഹു ഞങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ വ്യത്യസ്തമായ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട്. അല്ലാഹു അവർക്ക് നീ ശിഫ നൽകണമേ. ഞങ്ങളുടെ പരിചയത്തിലുള്ള വിദ്യാർത്ഥികളിൽപ്പെട്ട, സുഹൃത്തുക്കളിൽപ്പെട്ട, ഗുരുനാഥന്മാരിൽപ്പെട്ട പല ആളുകളും വ്യത്യസ്തമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന അല്ലാഹുവെ പരിപൂർണമായ ശിഫ പ്രദാനം ചെയ്യുമാറാകണമേ. ഞങ്ങളിൽ നിന്ന് രോഗികളായി കഷ്ടപ്പെടുന്നവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുള്ള സത്യവിശ്വാസികളുടെ ഖബറിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണമേ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകണമേ. അല്ലാഹു നിന്റെ പരീക്ഷണങ്ങളായി, ശിക്ഷകളായി പല നാടുകളിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്ന അല്ലാഹുവെ ഞങ്ങളെ എല്ലാവരെയും അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ. അല്ലാഹുവേ ഫലസ്തീനിന്റെ മണ്ണിൽ സമാധാനത്തിന്റെ വെള്ളക്കൊടികൾ പാറുന്നു. അല്ലാഹുവേ സമാധാനം നീ പരിപൂർണമാക്കി കൊടുക്കണമേ. അവർക്ക് അവരുടെ നാടുകളിൽ സമാധാനത്തോടുകൂടി ജീവിക്കുവാനുള്ള അവസരം നീ ഒരുക്കി കൊടുക്കുമാറാകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ യാ ഖാദിൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ ആമീൻ ബിറഹ്മതിക യാ